പുള്ളി എയിംസ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസിൻ്റെ ഫുൾ ഫോം എന്താണെന്നോ പിന്നെ എയിംസിൻ്റെ ഷോർട്ട് ഫോം എന്താണെന്നും പുള്ളിക്ക് അറിയത്തില്ലായിരിക്കും. പുള്ളി ജെയിംസ് വരും എന്നായിരിക്കും ഉദ്ദേശിച്ചത്, ഏതെങ്കിലും ജെയിംസിനെ കൊണ്ടിരുന്ന കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുക എന്നുള്ളതാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് പുള്ളി കൊണ്ടുവന്നതല്ല. പുള്ളി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പുള്ളി പറയും എല്ലാ കലങ്കിലും സ്റ്റോപ്പ് വേണമെന്നേ വെക്കത്തുള്ളൂ നരേന്ദ്രമോദിയുടെ അടുത്ത്. BJP സംബന്ധിച്ചിടത്തോളം BJP ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആവശ്യത്തിലേറെ പൊട്ടന്മാരുണ്ട്. വീണ്ടും ഒരു പൊട്ടനെയും കൂടെ കിട്ടും. പയ്യന്നൂർ 1:43 ഒറ്റ അണികളും ഇല്ല. ഇയാൾ പ്രകോപിതനായെന്നാണ് പറയുന്നത്. ഇയാളാകെ നിരാശ കൊണ്ട് തിരിച്ചു കയറി. കേരളത്തിൽ ഇപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇയാൾ കൊണ്ടുവന്നതാണ്, എന്തെങ്കിലും വന്നില്ലെങ്കിലും അത് വേറെ ആരെയും ഉത്തരവാദിത്വമാണ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഏതായിരുന്നാലും ഇത് BJP വലിയൊരു ബാധ്യതയാണ്. രാജ്ഭായ് നമസ്കാരം. നമസ്കാരം. രാജ്ഭായ്, എയിംസ് വരും എന്നുള്ളത് സുരേഷ് ഗോപിയുടെ വലിയ പ്രഖ്യാപനമായിരുന്നു. അത് കോഴിക്കോട് വരും, ചിലപ്പോൾ ആലപ്പുഴ വരും, ചിലപ്പോൾ തിരുവനന്തപുരത്ത് വരും, അങ്ങനെ പല പല സ്ഥലങ്ങൾ പുള്ളി ഓരോ സ്ഥലത്ത് പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എയിംസ് വരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം കൊണ്ടുവന്നൊരു സാധനമാണ് അമൃത എക്സ്പ്രസ്. അതിന് പയ്യന്നൂരൊരു സ്റ്റോപ്പ് അദ്ദേഹം അനുവദിപ്പിച്ചു. ഈ ട്രെയിനിലൊക്കെ വളരെ രാജകീയമായിട്ട് വന്ന അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സ്വീകരിക്കാനായിട്ട് സ്റ്റേഷനിൽ ആരും ഉണ്ടായിരുന്നില്ല. പ്രകോപിതനായി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്താ പറയുക, രണ്ട് കാര്യങ്ങളിൽ എനിക്ക് ഡിസഗ്രി ചെയ്യാനുണ്ട്. ഒന്ന്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊണ്ടുവന്നു എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദം CBI ഒരാൾ ശരിവെക്കുന്നതിനകത്തുള്ള വിയോജിപ്പ് ആദ്യമായിട്ട് പറഞ്ഞു. ഒരു വാർത്ത പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, പുള്ളി എയിംസ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസിൻ്റെ ഫുൾ ഫോം എന്താണെന്നോ പിന്നെ എയിംസിൻ്റെ ഷോർട്ട് ഫോം എന്താണെന്നും പുള്ളിക്ക് അറിയത്തില്ലായിരിക്കും. പുള്ളി ജെയിംസ് വരും എന്നായിരിക്കും ഉദ്ദേശിച്ചത്, ഏതെങ്കിലും ജെയിംസിനെ കൊണ്ടിരുന്ന കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ഏതെങ്കിലും ജെയിംസിനെ എവിടെയെങ്കിലും കൊണ്ടുവരും, അതായത് മെസ്സി വരും കേട്ടാ എന്ന് പറഞ്ഞ പോലെ തന്നെ പോലെയുള്ളൊരു പറച്ചിലായിട്ട് കണക്ക് കൂട്ടുന്നത്. എയിംസിൻ്റെ ഷോർട്ട് ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പുള്ളിക്ക് മനസ്സിലാവത്തില്ല. പുള്ളി കരുതുന്നത് എയിംസ് AIMS എന്നേ കണക്ക് കൊടുത്തുള്ളൂ. അതേസമയം AIIMS ആണെന്നുള്ളത് പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി എയിംസ് വരും എന്ന് പറഞ്ഞ് എയിംസ് വന്നില്ല. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുക എന്നുള്ളതാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് പുള്ളി കൊണ്ടുവന്നതല്ല. ഇത് അതായത് സ്ഥലത്തുള്ള MP-മാർ പിന്നെ സ്വാധീനം ചെലുത്തി പല കാലഘട്ടത്തിലും പലതും നടത്താറുണ്ട്. പല റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണങ്ങൾക്കകത്തൊക്കെ അവർ വരാറുണ്ട്. അവരുടെ പ്രാദേശിക വികസന ഫണ്ടുകൾ വിനിയോഗിക്കാറുണ്ട്. വന്ദേ ഭാരതിന് ആദ്യം ഷൊർണൂർ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. ഷൊർണൂർ പിന്നീട് സ്റ്റോപ്പ് വരുന്നത് പ്രഷർ ചെലുത്തിയിട്ടാണ്. അത് MP-മാരെ കേരളത്തിൽ നിന്നുള്ള MP-മാർ പ്രഷർ ചെലുത്തിയിട്ടാണ്. അന്ന് ഇങ്ങനെ പിന്നെ MP-മല്ല കേന്ദ്രമന്ത്രിയുമല്ല ഒന്നുമല്ല. അത് പുള്ളിയെ കൊണ്ടുവന്നെന്നുള്ളത് പുള്ളിക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ പറ്റത്തില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനത്തിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ പുള്ളി കേരളത്തിൽ കൂടി ഓടുന്ന എല്ലാ ട്രെയിനിനും ഈ ട്രെയിൻ പോകുന്ന വഴികളിൽ വലിയ പാലങ്ങൾ കുറവാണെങ്കിലും ചെറിയ തോടുകളുള്ളിടത്തെല്ലാം കലുങ്ക് കാണും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കലുങ്ക് കാണും. കുഞ്ഞു പാലങ്ങൾ കാണും എല്ലായിടത്തും ട്രെയിൻ പോകുന്നിടത്ത്. പുള്ളി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പുള്ളി പറയും എല്ലാ കലുങ്കിലും സ്റ്റോപ്പ് വേണമെന്നേ വെക്കത്തുള്ളൂ നരേന്ദ്രമോദിയുടെ അടുത്ത്. എല്ലാ കലിംഗ് സമ്മേളനം നടത്തണമല്ലോ. അപ്പോൾ എല്ലാ കലുങ്കിലും സ്റ്റോപ്പ് വേണമെന്നേ പുള്ളി പറയത്തുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു കൊണ്ടുവന്നു എന്നുള്ളത് ഒരുമാതിരി 8 കാലം മുഞ്ഞ പരിപാടിയാണ്. പുള്ളി എന്താ പറഞ്ഞ പുള്ളി കേന്ദ്രമന്ത്രിക്കാവുമ്പോൾ പുള്ളി പറഞ്ഞത് കൊച്ചി മെട്രോ ഇപ്പോൾ ആലുവ വരെയേ ഉള്ളൂ, അത് തൃശ്ശൂർ വരെ നീട്ടുമെന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ വരെ മെട്രോ നീട്ടുമെന്ന്. ഇതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത്, ആലുവ പുഴയ്ക്ക് കുറുകെ ഒരു പാലം കൂടെ പണിയണം. ഇത് എത്ര പിന്നെ അത് പ്രായോഗികമായൊരു കാര്യമല്ല. എന്നാൽ തന്നെ അവിടം വരെ ചെയ്തിട്ട് തൃശ്ശൂർ എന്നുള്ളതിന് പകരം അത് നെടുമ്പാശ്ശേരിയുമായിട്ട് കണക്ട് ചെയ്യുക, ഒരു പാലം എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ല. മറ്റേ ട്രെയിനിൻ്റെ നിലവിലുള്ള പാലത്തിനോട് സമാന്തരമായിട്ടൊരു പാത ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടി ആവണം. നിലവിലുള്ള പാലത്തിൻ്റെ റൈറ്റ് സൈഡിൽ കൂടി ക്രോസിംഗ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് നെടുമ്പാശ്ശേരിക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രായോഗികതയുണ്ട്. ഇത് തൃശ്ശൂർ വരെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര ദൂരം കിടക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒല്ലൂരും എല്ലാം കഴിഞ്ഞ് തൃശ്ശൂർ വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഏതോ പിന്നെ വിഡ്ഢികളുടെ സ്വർഗത്തിലിരുന്ന് ചിന്തിക്കുന്നു എന്നുള്ള ഒരൊറ്റ കുഴപ്പമാണ് പുള്ളിക്കകത്തുള്ളത്. BJP സംബന്ധിച്ചിടത്തോളം BJP പറ്റിയിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആവശ്യത്തിലേറെ പൊട്ടന്മാരുണ്ട്. വീണ്ടും ഒരു പൊട്ടനെയും കൂടെ എടുത്ത് ഈ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്തിട്ട മാതിരിയാണ്. ഇതെന്തോ വലിയ സംഭവമാണ് ഇങ്ങോട്ടിരുന്നത്. ഇത് BJP വരുന്നത് എങ്ങനെയാണെന്നറിയാം. ഇത് ആദ്യം കോൺഗ്രസിൻ്റെ ആളായിരുന്നു. കരുണാകരൻ്റെ കാലത്ത് കരുണാകരൻ്റെ അടുപ്പക്കാരനായിരുന്നു. കരുണാകരൻ്റെ വീടുമായിട്ട് നല്ല ബന്ധമായിരുന്നു. കോൺഗ്രസിൻ്റെ ആളായിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഓണത്തിനോ വിഷുവിനെങ്ങാണ്ട് പോയിട്ടൊരു ഓണക്കോടി കൊടുത്തിട്ട് പിന്നെ നരേന്ദ്രമോദി നോക്കുമ്പോൾ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ബുദ്ധി ഉണ്ടോ എന്നുള്ളത് നരേന്ദ്രമോദിക്ക് അറിയത്തില്ലല്ലോ. നരേന്ദ്രമോദി മുണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ് ബുദ്ധി ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചില്ല. ബുദ്ധിയെ പരിശോധിക്കാനുള്ള ഒരു ഉപകരണമൊന്നും തൽക്കാലം നരേന്ദ്രമോദിയുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തീവ്രത ഇളക്കാനുള്ള ഉപകരണവും നരേന്ദ്രമോദിയുടെ കയ്യിലില്ല. അപ്പോൾ അത്ര ഒരു വിഷയം മോദിയെക്കുറിച്ച് നമ്മൾ ഇതുവരെ കേട്ടിട്ടുമില്ല. അപ്പോൾ ഇത് അങ്ങനെ രീതിയിലാണ് കാണുന്നത്. ഇതിനെ ഞാൻ താരതമ്യപ്പെടുത്തുന്നത്, പുള്ളി ഈ യാത്രയ്ക്കകത്ത് കയറിപ്പോകുമ്പം അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൊട പിടിക്കുമെന്ന വാക്ക് വളരെ ക്ലിയറായി. കാരണം അർദ്ധരാത്രിയിലാണ് സംഭവം ഉണ്ടാകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ട്രെയിൻ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് രസം. ബാക്കിയുള്ള ട്രെയിനുകൾ പിടിച്ചു വെച്ചു.
അതായത് ഈ ട്രെയിൻ പോകേണ്ട സമയം, അതായത് ഇത് നാഗർകോവിൽ മംഗളൂരു റൂട്ടിലുള്ളതാണ്, അവിടുന്ന് തിരിച്ചുള്ളതാണ്. അപ്പോൾ അമൃത ഭാരത് എക്സ്പ്രസ് അതിന് പയ്യന്നൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളുടെ സ്റ്റോപ്പ് അനുവദിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോൾ പുള്ളി ഇതിന് പിന്നെ വഴി വെച്ചിട്ടൊക്കെ കയറുന്നത്. വന്ദേ ഭാരതിൽ ആദ്യം പോയിട്ട് കണ്ണൂർ ഇറങ്ങി. കാരണം പുള്ളിക്ക് ലോക്കൽ ട്രെയിനിലൊന്നും അങ്ങനെ പോകാൻ വലിയ ഇതില്ല. വന്ദേ ഭാരതിൽ നല്ല സുഖമായിട്ട് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കണ്ണൂരിൽ നിന്ന് പുലർച്ചെ 12:50 അവിടെ നിന്ന് കയറിയിട്ട് പയ്യന്നൂർ ഇന്ന സമയം, കാഞ്ഞങ്ങാട് ഇന്ന സമയമൊക്കെ എത്തുമെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ താമസസ്ഥലമായിട്ടുള്ള ബേക്കൽ താജ് ഹോട്ടലിലേക്ക് പോകുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. വന്ദേ ഭാരതിൽ പോകുന്നത് എന്തിനാ? എളുപ്പം എത്താനാണ്. വന്ദേ ഭാരത് ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഇത്രയും ഹൈ റേറ്റ് ടിക്കറ്റ് കൊടുത്തിട്ട് വന്ദേ ഭാരത് പോകുന്നത് മറ്റുള്ള ട്രെയിനേക്കാൾ എളുപ്പം പോകും, കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. കാരണം എത്ര പെട്ടെന്ന് പിന്നെ ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതാണ് ആളുകളുടെ ഉദ്ദേശം. ഈ യാത്രക്കാരെ മുഴുവൻ 2 മണിക്കൂർ ഇമാതിരി ഒരു ഭൂലോക ഊളയ്ക്കും വേണ്ടി പിടിച്ചിട്ടേച്ച് അവരെയും ബുദ്ധിമുട്ടിച്ചു. ഇയാൾ അവസാനം 11:50 തലശ്ശേരി എത്തി. പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഇറങ്ങി നോക്കി, ആരെങ്കിലും മാലയിട്ട് സ്വീകരിക്കാൻ വരും. ആന, അമ്പാരി, ചെണ്ടമേളം ഒക്കെ പ്രതീക്ഷിച്ചു. ആനയെ പിന്നെ റെയിൽവേ സ്റ്റേഷനകത്ത് കയറ്റത്തില്ല എന്നുള്ളതൊന്നും പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി ഇരുന്ന ആന, അമ്പാരി, പിന്നെ ചെണ്ടമേളം, ബാക്കിയുള്ളത് പിന്നെ അവിടെ പടക്കം പൊട്ടിക്കുന്നു, കതിന പൊട്ടിക്കുന്നു, ഇതൊന്നും റെയിൽവേ സ്റ്റേഷനിൽ പറ്റത്തില്ല. പുള്ളി വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലല്ല, വിമാനത്താവളത്തിലും പടക്കം പൊട്ടിക്കും പുള്ളി വേണമെങ്കിൽ. അപ്പോൾ അതിനൊന്നും മടിക്കാത്ത, അതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. കേന്ദ്രമന്ത്രി എന്നൊന്നും പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഇങ്ങനെ കേന്ദ്രമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, വേറെ 1-2 ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വേറെ പേര് ഇപ്പം പറയുന്നില്ല, വിഷയം ഇതായതുകൊണ്ട്. പയ്യന്നൂർ 1:43 എത്തിയപ്പോൾ ഒറ്റ അണികളും ഇല്ല. ഇയാൾ പ്രകോപിതനായെന്നാണ് പറയുന്നത്. ഇയാളാകെ നിരാശ കൊണ്ട് തിരിച്ചു കയറി. എന്തായാലും ഒരു കാര്യത്തിൽ ഭാഗ്യമുണ്ട്. എൻ്റെ ഒരു അറിയാവുന്ന CPM ഒരു നേതാവ് ഉണ്ടായിരുന്നു, സുഹൃത്ത്, എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത്. അപ്പോൾ പുള്ളി അന്ന് പിന്നെ കേരള പോലീസിൻ്റെ കളി ഞങ്ങളെ മഞ്ചേരിയിലെ ഗ്രൗണ്ടിൽ നടക്കുക. മഞ്ചേരിയിലെ ഗ്രൗണ്ടിൽ കേരള പോലീസും വേറെ ടീമുമായിട്ടുള്ള ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, മോഹൻ ബഗാനാണെന്ന് തോന്നുന്നു. അന്ന് ഈ കളി നടക്കുമ്പം അന്ന് ഈ ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളൂ, ഏഷ്യാനെറ്റേ ഉള്ളൂ. അപ്പം ആ സമയത്ത് പുള്ളി ഗാലറിയിൽ ഇരുന്നപ്പം ഇപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള പ്രശാന്ത് നിലമ്പൂരാണെന്ന് അവിടുത്തെ മലപ്പുറം ജില്ലയിലെ റിപ്പോർട്ടർ, പിന്നെ അന്തരിച്ചുപോയ നമ്മളെ VV പ്രകാശിൻ്റെ അനിയൻ. അപ്പം പ്രശാന്ത് നിലമ്പൂരിൻ്റെ കൂടെ ക്യാമറാമാനായിട്ട് അന്ന് അവർക്ക് സ്ഥിരം ക്യാമറാമാൻ സംവിധാനം ഇല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സുനിൽ എന്ന് പറയും. ഇവനെയാണ് അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ക്യാമറാമാനെ ഹയർ ചെയ്യുന്ന സമയത്തേക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ നേരത്തേക്ക് ഇവൻ ചെന്നപ്പോൾ ഇവന് എൻ്റെ നാട്ടുകാരനാണ്, ഞാനീ പറഞ്ഞ നേതാവും ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഈ നേതാവിനെ ഒന്ന് അടുത്ത് പോയിട്ടൊന്ന് സൂം ചെയ്തൊക്കെ എടുത്തു. ഇങ്ങേര് രാത്രി കളി ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിടന്നുറങ്ങുന്ന മക്കളെ എല്ലാം പടിയെടുത്ത് അടിച്ചെഴുന്നേൽപ്പിച്ചു. വാപ്പച്ചി ഇപ്പോൾ ടി വിയിൽ വരും, വാപ്പച്ചി ഇപ്പോൾ ടി വിയിൽ വരും പറഞ്ഞു. അന്ന് ടി വിയിൽ ചാനലിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ വാർത്തയാണ്. ഇതിരുന്ന് നോക്കിയപ്പോൾ എന്താ പറയുക, മറ്റോനിട്ട് കളിപ്പിച്ചതാണ്. ഇതെടുത്തിട്ട് ഈ സാധനം എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം എന്നോട് തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പിന്നെ ഈ പാവം ക്രൂരൻ എന്നൊന്നും പറയുന്നില്ല, ഇത് ഈ പാവം വിഡ്ഢി ഭാര്യയും ആ പാവം ചേച്ചിയെ അത് നന്നായിട്ട് പാട്ടുപാടി ഒരു നല്ല വീട്ടമ്മയാണ്. ഈ മക്കളും ഒക്കെ പാരൻറ്റിങ് ഒക്കെ വളരെ നീറ്റാണ്. അത് ഇദ്ദേഹത്തിൻ്റെ പാരൻറ്റിങ് ഒക്കെ നീറ്റാണ്. ആൾ സാധുവാണ്, ബുദ്ധിയില്ല എന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഈ രാധിക ചേച്ചിയും ഒക്കെ കൊണ്ട് എനിക്ക് പയ്യന്നൂരൊക്കെ സ്വീകരണം കിട്ടാൻ പോകുന്നത് എനിക്കൊന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് കൂടെ കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ അവരെ മുമ്പിലും കൂടെ നാണക്കേടായി പോയി. എന്തായിരുന്നാലും അങ്ങനെ ചെയ്യാതിരുന്ന നന്നായി. എന്തായാലും ഇയാൾ തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക എന്ന് ആദ്യം 2019 പോയിട്ട് പറഞ്ഞു. തൃശ്ശൂർ അന്ന് അവർ കൊടുത്തില്ല. അതൊരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ആയതുകൊണ്ട് അതെടുക്കാനുള്ള എടുത്താൽ പൊങ്ങാത്തതുകൊണ്ടാണെന്ന് എഴുതിയിട്ട് പുള്ളി എന്നാ കരുതി ഒരു നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-1 വരുന്നുള്ളൂ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ. എന്നാൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം അങ്ങെടുത്ത് പൊക്കാമെന്ന് എഴുതി. അങ്ങനെ 2021 അവിടെ പോയി നിന്ന് അതും പൊങ്ങിയില്ല. പിന്നെ പുള്ളി എവിടെയൊക്കെയോ വെയിറ്റ് ലിഫ്റ്റിംഗ് കോഴ്സിനൊക്കെ പോയിട്ട് വന്നിട്ട് എടുത്തതാണെന്നാണ് ആൾക്കാരെ തെറ്റിദ്ധാരണ. അങ്ങനെയല്ല, ആൾക്കാർക്ക് സഹതാപം തോന്നി അങ്ങ് കൊടുത്തതാണ്. അവരബദ്ധം പറ്റിപ്പോയി വെയിലിൽ കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്തിട്ടു എന്നുള്ള അവസ്ഥയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. എയിംസ് കൊണ്ടുവരാൻ കൊള്ളാത്തവനാണ് ഇവിടെ 3 സ്റ്റോപ്പ് പിന്നെ അനുഭവിച്ചതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് കിടക്കുന്ന 8 മമ്മൂഞ്ഞായിട്ട്. അതും നമ്മളെ പിന്നെ നാട്ടിലുള്ള ഏത് ഗർഭം ഉണ്ടായാലും ഇതിന് ശേഷിയില്ലാത്ത ഒരാളാണ് അയാൾ. മമ്മൂഞ്ഞ് പറയും ചായക്കടയിൽ ഇരുന്നിട്ട് നമ്മളെ കുട്ടിയാന്ന് പറയും. കാരണം ഇയാൾക്ക് പിള്ളേരില്ല. അവസാനം പാറു പറ്റുമെന്ന് കേട്ടു, അതും നമ്മളതാന്ന് പറഞ്ഞു. അപ്പോൾ 6 പശുവായിരുന്നു എന്നുള്ള ഇയാൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിൽ. ഇപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇയാൾ കൊണ്ടുവന്നതാണ്, എന്തെങ്കിലും വന്നില്ലെങ്കിലും അത് വേറെ ആരെയും ഉത്തരവാദിത്വമാണ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഏതായിരുന്നാലും ഇത് BJPക്ക് വലിയൊരു ബാധ്യതയാണ്. BJPക്ക് കേരളത്തിൽ നിന്ന് PC തോമസ് കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ, V മുരളീധരൻ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഭാര്യ ഇടയ്ക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ്. എന്തായിരുന്നാലും ഒരുപാട് വലിയ മഹത്തായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും
രാജഗോപാൽ മന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട്, ഒന്ന് ഒരുപാട് റെയിൽവേ BJP കേന്ദ്രമന്ത്രിമാരായതിൽ ഏറ്റവും മാന്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു അല്ല ബാക്കിയുള്ളൊരു മാന്യതയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല, എഫിഷ്യൻറ്റും ആയിരുന്നു. ഇപ്പം വി മുരളീധരൻ ഈ മറ്റേ യമനിലെ യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് ഇവാക്വേഷൻ വർക്കുകളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുണ്ട്. വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ജോർജ് കുര്യനും മന്ത്രി എന്നുള്ള രീതിയിലൊന്നും മോശമില്ല, പക്ഷെ പുള്ളി സൈലന്റ് അച്ചീവറാണ്. കേരളം BJPയുടെ മന്ത്രിസഭയ്ക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്ന രീതിയിലേക്ക് മാറുകയാണ്. ഏറ്റവും മോശപ്പെട്ട MP ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിനേക്കാളും മോശപ്പെട്ട MP കേരളത്തിൽ വേറെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനം പുള്ളിക്ക് കിട്ടത്തില്ല എന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് എന്തായിരുന്നാലും ഇനിയും എല്ലാ കലങ്കിലും സ്റ്റോപ്പ് അനുവദിക്കാൻ പുള്ളി മുൻകൈ എടുക്കണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം.